നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നേരത്തെ നോക്കുമ്പോ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. നീ കുഞ്ഞുമായിട്ട് എവിടെ പോയിരുന്നടി മനുഷ്യനെ പേടിപ്പിക്കാൻ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നോക്കേണ്ട പോലെ നോക്കി കാണാമായിരുന്നു. മൈഥിലി, 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 എവിടെ പോയി? ഞാൻ ഈ പ്രദേശം മുഴുവൻ അരച്ചു പറക്കിയതാ. അപ്പൊ നിന്നെ കുഞ്ഞിനെ ഇവിടെ കണ്ടില്ലല്ലോ. കുഞ്ഞ് എന്തേലല്ലേ ഇരിക്കുന്നേ, അതിന് നിങ്ങൾ ഇത്ര വെപ്രാളപ്പെടുന്ന എന്തിനാ? നിങ്ങൾ അമ്മയായി ചമയുന്നത് മറ്റാരോ ജന്മം നൽകിയ ഈ മക്കളുടെ പേരിലല്ലേ? എന്നാലേ വൈക മോളെ ഞാൻ നൊന്ത് പ്രസവിച്ചതാ. എന്താ പറഞ്ഞു? എന്റെ ദൈവമേ, എന്തെങ്കിലും പറഞ്ഞോ? നിന്നെ ഞാൻ കൊന്നോളെ പറഞ്ഞേക്കാം. എന്താടി കൊരങ്ങ് പല്ലിളിക്കും പോലെ ഇളിക്കുന്നത്? നിനക്ക് ഭ്രാന്തായ? കാർത്തി എന്നെ തല്ലിയത് എനിക്കിഷ്ടായി. ആ പഴയ സ്വാതന്ത്ര്യം കാർത്തി എന്നോട് കാണിക്കാൻ തുടങ്ങി. വൃത്തികെട്ടവൾ. കാർത്തിയേട്ടൻ നിന്നെ തല്ലിയതേ ഞങ്ങളുടെ അമ്മയെ കളിയാക്കിയതുകൊണ്ടാ. അമ്മ എന്തെങ്കിലും പറഞ്ഞ ഇനിയും നീ അടി വാങ്ങും. മീനാക്ഷി, നീ കുഞ്ഞിനെ കൊണ്ട് പോ. കാർത്തി, നീ ചെല്ല. റീയൂണിയന് പോയ എന്റെ മക്കളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി നീ ഒരുക്കിയ ഡ്രാമയാണ് ഈ ഒളിച്ചുകളിയെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവര് പുറത്തുപോയി സന്തോഷിക്കരുത്, അതിന് വെച്ച വേല. ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. ഒരു ധാരണ പെശകും ഇല്ല. നിന്നെക്കാൾ കൂടുതൽ ഓണം ഉണ്ടവളാ ഞാൻ. എന്റെ അടുത്ത് നിന്റെ അഭ്യാസമൊന്നും വേണ്ട. നിന്റെ ലക്ഷ്യം എന്താണെന്നും നിന്റെ മനസ്സിൽ എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. പിന്നെ ഇപ്പൊ എന്നെ ഇവിടെ ഇട്ട് വട്ടം ചുറ്റിച്ചേന് നിന്നോട് ഞാൻ കണക്ക് വീട്ടിയിരിക്കും. അതിന് വലിയ കാലതാമസമൊന്നും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.